എൻ്റെ വഴുതിക്കാട്ടിലെ വീട് എഴുതി കൊടുക്കാൻ ഞാൻ സന്നദ്ധനായി. എല്ലാ പേപ്പേഴ്സ് റെഡിയാണ്. അത് ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും വരെ ഞാൻ അടച്ച് തയ്യാറായി. പക്ഷേ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്ത് വന്നില്ല. ഇന്നലെയും സംസാരിച്ചു, വന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സന്നദ്ധനാണ്. പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വേണ്ട എന്നുള്ളതാണ്. പോലീസും എസ്കോർട്ടും ഗൺമാനും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് തെളിയിക്കണം. കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ തെളിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുകയാണ്. എനിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനാക്കരുത് മാത്രമേ പറയുള്ളൂ. കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒറ്റ കുറ്റമേ ഉള്ളൂ. അഴിമതിക്കെതിരെ നിന്ന് ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ എനിക്കെതിരെ ഉണ്ടാക്കിയ കെണിയാണ്. ഈ കെണി എങ്ങനെ ഉണ്ടായി, ഈ ഗൂഢാലോചനപ്പുറയിൽ ആരാണ്, ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിക്കണം. ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. കഴിഞ്ഞ 1 മാസവും 10 ദിവസമാണ് ഒരു മനുഷ്യൻ നിലയിൽ ഞാൻ അനുഭവിക്കുന്ന പീഡനം. അത് സഹിക്കാൻ പോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം എഴുതി കൊടുക്കാൻ തയ്യാറായി. അത് ഞാൻ തയ്യാറായപ്പോൾ അതിനും തയ്യാറാവില്ല. പിന്നെയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്.